ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ട് വരയ്ക്കണത്. അപ്പോൾ ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയായിരുന്നു. നമ്മൾ ആദ്യം മുൻകൂർ ജാമ്യം എടുക്കണമല്ലോ അല്ലേ? അതായത് ചെറിയ ചെറിയ ഇത് വരാം ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എവിടെയെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടുകളയാ എന്ന് പറയാനുള്ളത് കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ മെത്തേഡ് ഒന്ന് ടച്ച് ചെയ്ത് ഉണ്ട്. ലൂമിസ് മെത്തേഡ് ഒന്ന് നമ്മൾ പതുക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എത്രത്തോളം ഇതാവുമെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം എനിക്ക് കൂടുതലും വഴങ്ങണത് ഫ്രീ ഹാൻഡാണ്. പിന്നെ ലൂമിസ് മെത്തേഡും കൂടി പഠിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് തീർക്കണം. ഈ ലൂമിസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഓരോ ദിക്കിലേക്ക് നോക്കുന്നതാണ്. അതായത് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, ഡൗൺ സൈഡ്, മേലോട്ട്, അങ്ങനെ നമ്മൾ പല നോട്ടത്തിൽ ആംഗിൾ എങ്ങനെയാണോ അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആരെ വേണമെങ്കിൽ നമുക്ക് സ്കെച്ച് ചെയ്യാം. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിക്കണം. എന്താണ് ഓരോ ആംഗിൾ ഉണ്ട്. സ്കള്ള് വരച്ച് കഴിയുമ്പോൾ സ്കള്ള് പോലെ ഇരിക്കും. അപ്പോൾ അത് ആ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അവരുടെ ഓരോ വ്യക്തിയുടെ ചിഹ്ന വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ കവിള്, പല ഇതുണ്ടാവും. അത് വ്യത്യാസം അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അവരുടെ കണ്ണും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് ഫിനിഷായി. കാരണം ഇതിൽ നമ്മൾ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വരയ്ക്കണത്. ഓൾറെഡി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മളതിന് മെഷർമെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പെൻസിലിൻ്റെ ഒരു മാർക്കിൽ വീഴും കറക്റ്റ് അലൈൻമെൻറ്റ്. അത് ഏത് വ്യക്തി ആയിക്കോട്ടെ, അതങ്ങനെയാണ്. അങ്ങനെ ഒരു മെത്തേഡാണിത്. അപ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് നമ്മൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണതാണ്. എന്നിട്ട് പിന്നെ പതുക്കെ കുട്ടിയുടെ ഒരു ഏകദേശം ഒന്ന് ചെയ്ത് നോക്കണതാണ്. പിന്നെ നമ്മൾ ഇതൊരു പ്രാക്ടീസും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഉള്ള കാര്യം പറയാമല്ലോ, നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ഡ്രോയിങ്ങും പ്രാക്ടീസാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളൊരു മത്സരത്തിന് പോകുമ്പോഴും അത് പ്രാക്ടീസ് പോലെ തന്നെയാണ്. കാരണം നമ്മൾ അത്രയും നാൾ പെർഫെക്റ്റ് ആയിട്ട് ആ സമയം കുളമാണ് ഇതുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഓരോ എല്ലാ ട്രാവലിങ്ങും ഓരോ കഥകൾ പറഞ്ഞ പോലെ തന്നെ ഇതും ഓരോ ഇതാണ്. ഓരോ ഇത് പറയും. ഓരോ ലുക്സ് മാറുന്നതനുസരിച്ച് നമ്മൾ ആ പിക്ചർ സെറ്റായി വരും. അങ്ങനെയാണ് വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു വ്യക്തിയുടെ ഒരു ഇതുപോലെയായി. ഇനി ഞാൻ ഇതിൽ തന്നെ കുറേ മായ്ക്കുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്ന് കാരണം വെച്ചാൽ എൻ്റെ ആദ്യത്തെ ഒരു ഡ്രോയിങ് ആണിത് ശരിക്കും പറഞ്ഞാൽ, ഫോട്ടോ വെച്ചിട്ട്. അപ്പോൾ കുറേ മായ്ച്ച് പിന്നെ തിരിച്ച് ശരിക്കും കുറേ നേരം നോക്കി, എഴുന്നേറ്റ് മാറി നോക്കി, ചരിഞ്ഞ് നോക്കി, പല രീതിയിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഫൈനൽ ഔട്ട്പുട്ട് ഇട്ടേക്കണത്. കാരണം നമ്മൾ മാക്സിമം നമ്മൾ സൈഡിൽ നിന്ന് കറക്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ്, ആ ഒരു പോളിസിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണത്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഞാനൊരു ഫ്ലിപ്പിൻ്റെ ഒരു വർക്കാണ് ഞാൻ മാക്സിമം നോക്കണത്. ഒരു വീഡിയോ ആണ് ഞാൻ നോക്കണത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഫ്ലിപ്പ് ആ ഡ്രോയിങ് സെറ്റാക്കണ ഒരു ഷോർട്സ് പോലെ സെറ്റാക്കാമെന്ന് വിചാരിച്ചിരിക്കണേ. കാരണം മൂവിങ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ എന്നാലും എന്താ പറയുക, കുറച്ചൊരു എന്താ പറയുക, ആൾക്കാരുടെ ഒരു അട്രാക്ഷൻ വേണമല്ലോ. കുറച്ച് ആൾക്കാർ ചാനലിലേക്ക് കയറുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ഉണ്ടാവണത്. അതുകൊണ്ട് ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ശരാശരി 100-500 പടവും 350-400 പടവും വരയ്ക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്നിട്ട് അത് കളർ ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഇത്തിരി ക്ഷമ വേണം എന്ന് തന്നെ പറയാം. എന്നാലേ ആ സാധനം സെറ്റാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ സാധാരണ ഇതിലിട്ട് ചെയ്യണതാണ്, മറ്റേ ആപ്പിലിട്ടിട്ട് 1/1 പിച്ച് അടിച്ച് വിടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്യുക. അതങ്ങനെ താല്പര്യമുള്ളവർ വാച്ച് ചെയ്യുക കേട്ടോ.
പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യണം. ഏത് പരിപാടിയാണെങ്കിലും പ്രാക്ടീസ് ചെയ്യണം, അത് മസ്റ്റാണ്. കാരണം ഞാനിപ്പോൾ എല്ലാ ദിവസവും ഇടുന്നുണ്ടെങ്കിലും അതൊരു പ്രാക്ടീസിങ് പോലെയാണ്. ഞാൻ എൻ്റെ മാക്സിമത്തിലാണ് കൊണ്ടുവന്നാണ് ഇടുന്നത്. എന്നെക്കൊണ്ട് ഏറ്റവും ബെസ്റ്റ് ലുക്കിലാണ് ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യണത്. അടുത്ത ദിവസം അതിലും കൂടി കുറച്ചും കൂടി നന്നായി സെറ്റാക്കാൻ വേണ്ടി നമ്മൾ നോക്കുമല്ലോ, അത് തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് ഒരു ഭയങ്കര മത്സരം, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷൻ തന്നെയാണ്. കാരണം അടിപൊളിയായിട്ട് വരയ്ക്കുന്ന ആൾക്കാരുണ്ട് ഓൾറെഡി ഫീൽഡിലും. പിന്നെ അവരവരുടെ പ്യുവർ സൃഷ്ടാക്കന്മാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെപ്പോലത്തെ ആൾക്കാർ പിടിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, നമ്മൾ പ്രാക്ടീസ് തന്നെ വേണം. പിന്നെ ഫോക്കസിങ് കൂട്ടണം, ക്ഷമ കൂട്ടണം, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സെറ്റാക്കണം. എനിക്ക് തോന്നുന്ന ഒരു 8-9 ഫോട്ടോ ഒക്കെ ഏകദേശം നോക്കി ഇങ്ങനെ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് കുറച്ച് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. എവിടെയെങ്കിലുമൊക്കെ ഒരു കറക്ഷൻസ്, ഞാൻ ഉദ്ദേശിക്കുന്നത് റബ്ബ് ചെയ്യാതെ വരയ്ക്കുക, അതാണ് ഞാൻ അൾട്ടിമേറ്റായിട്ട് ഞാൻ പറയണത്. കാരണം നമ്മൾ റബ്ബർ എടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെവിടേക്കോ കുറച്ചും കൂടി ബെറ്റർ ആവാനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരെ മറിച്ച് ഒരു പിക്ചർ തുടങ്ങി ലാസ്റ്റ് വരെ ഒരു കുഴപ്പമില്ലാതെ കറക്റ്റ് അലൈൻമെൻറ്റ് നോക്കി ആ കണ്ണുകൾ മൂക്കൊക്കെ അതേപോലെ തന്നെ നോക്കി വരച്ച് കഴിഞ്ഞാൽ അതിനാണ് ട്രേസിങ് അത് പക്കയാണ്. ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത്യാവശ്യം നമുക്ക് വരയ്ക്കാറിയാമെന്ന്. കാരണം നമ്മൾ അലൈൻമെൻറ്റ് തരുമ്പോൾ നമ്മൾ അപ്പം തന്നെ റബ്ബർ എടുക്കും, അത് ഉറപ്പല്ലേ. അപ്പോൾ നമ്മൾ എൻ്റെ കാഴ്ചപ്പാടിൽ അതല്ല ഏറ്റവും ഫൈനൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരാളെ കണ്ടു, അയാളെ നിപ്പിന് തന്നെ വരച്ച് അയാളുടെ കയ്യിലേക്ക് അയാളുടെ പെൻസിൽ ഡ്രോയിങ് കൊടുക്കാൻ പറ്റണം. കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഒരു പയ്യനുണ്ട്, അവനിപ്പോൾ നല്ലോണം വരയ്ക്കുന്ന ഒരു പയ്യനാണ് എനിക്ക് തോന്നുന്നത്. അവൻ ട്രാവലിങ്ങാണ് കൂടുതൽ കാണിക്കുന്നത്. ട്രെയിനിലൊക്കെ വെച്ച് വരയ്ക്കുന്ന ഒരു ഇതാണ് ഇടുന്നത്. എപ്പോഴും ഷോർട്സാണ് കണ്ടേക്കണത്. പിന്നെ നമ്മളും അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുമല്ലോ. നമ്മുടെ ഒരു നമ്മുടെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആവുക എന്നുള്ളതല്ലേ നമ്മൾ നോക്കുക. ഏകദേശം ഞാനിപ്പോൾ ഷെയ്ഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചെറിയ ഇതുണ്ട്. ഇതിപ്പോൾ ആ സെയിം ലെങ്ത്ത് തന്നെ അല്ല എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആ ഫോട്ടോ നോക്കി ഏകദേശം കുറച്ച് വലുതാക്കി അങ്ങ് വരച്ചേക്കണേണ്. പിന്നെ ഇനിയും കുറച്ചും കൂടി സെറ്റാക്കാനുണ്ട്. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, നമ്മൾ ഫിനിഷായി. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു ഫോട്ടോ വെച്ചിട്ടാണ് ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.